നമസ്കാരം. മാലിദ്വീപിന് ഇന്ത്യയുടെ ഔദാര്യം ലഭിച്ചിരിക്കുകയാണ്. ചൈന സ്നേഹി മുഹമ്മദ് മൊയ്സു നാണം കെട്ട് ഇന്ത്യയുടെ തണലിൽ ആശ്വാസം കൊള്ളുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടം തിരിച്ചടയ്ക്കാനുള്ള സമയപരിധി നീട്ടാൻ ഇന്ത്യ തയ്യാറാണെന്ന് അറിയിച്ചതിൽ പുതുപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ. ഇന്ത്യ വിരുദ്ധനായ മാലദ്വീപ് പ്രസിഡന്റിന് ഇന്ത്യയുടെ ദയയായി ഇതിനെ കാണാമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞതോടെ അടിപതറിയ മാലദ്വീപിന് ഒടുവിൽ ഇന്ത്യയുടെ കാല് പിടിക്കേണ്ടി വന്നു. ഇന്ത്യ താങ്ങാതെ മാലദ്വീപിന് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. അതുതന്നെയാണ് യാഥാർത്ഥ്യം. എന്തായാലും മാലദ്വീപിലെ ഇന്ത്യയുടെ സഹായത്തോടെയുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നാണ് മാലദ്വീപ് വിദേശകാര്യമന്ത്രി പറയുന്നത്. ഈ പദ്ധതികളുടെ പുനരാരംഭത്തിനും അതുപോലെ പൂർത്തീകരണത്തിനും മുൻഗണന നൽകാനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത അദ്ദേഹം അടിവരയിടുന്നുണ്ട്. തന്റെ ആദ്യ ഉഭയകക്ഷി ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് മെയ് 8 മുതൽ 10 വരെ ഇന്ത്യ സന്ദർശിച്ച സമീർ ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള സുപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ചർച്ചകളിൽ വലിയ പ്രതീക്ഷയാണ് മാലദ്വീപ് വിദേശകാര്യമന്ത്രി പങ്കുവയ്ക്കുന്നത്. അതായത് പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മിറ്റികളുടെ പ്രവർത്തന ചലനാത്മകതയെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച എന്നാണ് അദ്ദേഹം പറഞ്ഞത്. $200 മില്യൺ കടത്തിൽ $150 മില്യൺ തിരിച്ചടവ് സമയപരിധി നീട്ടാൻ ഇന്ത്യ മാലദ്വീപിന് പച്ചക്കൊടി കാണിച്ചത് മാലദ്വീപിനെ സംബന്ധിച്ച് ജീവശ്വാസം തിരിച്ചു കിട്ടിയതുപോലെ എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ ഇന്ത്യക്ക് നൽകാനുള്ള $200 മില്യൺ $50 മില്യൺ ജനുവരിയിൽ തിരിച്ചടച്ചതായിട്ട് മാലദ്വീപ് വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള $150 മില്യൺ തിരിച്ചടവ് കാലാവധി നീട്ടുന്നതിന് പകരമായിട്ട് ഇന്ത്യൻ സർക്കാർ ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. മുൻ ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള വായ്പകളിലൂടെയും ഗ്രാന്റുകളിലൂടെയും മാലദ്വീപിലുടനീളം സംരംഭങ്ങളുടെ ഒരു വലിയ സ്പെക്ട്രം തന്നെ ആരംഭിച്ചതായിട്ട് ഊന്നി പറയുന്നുണ്ട് അദ്ദേഹം. ഇന്ത്യയുടെ സഹായത്തോടെയുള്ള പദ്ധതികൾ വേഗത്തിലാക്കുന്നതിൽ കാര്യമായ പുരോഗതി കൈവരിക്കുന്നത് മാലദ്വീപിനെ വലിയ രീതിയിലാണ് സഹായിക്കാൻ പോകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലദ്വീപിൽ ഇന്ത്യ നടത്തിവരുന്ന പദ്ധതികളുടെ പ്രാധാന്യം ആവർത്തിച്ചത് വെറുതെയല്ല. അത് മാലദ്വീപിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ചൈന അനുകൂല പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു 6 മാസം മുൻപ് അധികാരമേറ്റതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ വിള്ളലുകൾക്കിടയിലാണ് ഈ പറഞ്ഞ മാലദ്വീപ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം എന്നതും എടുത്തു പറയണം. ദ്വീപ് രാഷ്ട്രത്തിൽ 3 സൈനിക പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന് മൊയ്സു നിർബന്ധിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഗുരുതരമായി വഷളാവുകയായിരുന്നു. ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിലെ പ്രധാന പ്രശ്നങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യം പറയേണ്ടത് ലക്ഷദ്വീപ് പ്രശ്നത്തെ പറ്റിയാണ്. മാലദ്വീപിൽ നിന്നുള്ള 3 ഉപമന്ത്രിമാർ ഇന്ത്യയെയും അതേപോലെ പ്രധാനമന്ത്രിയെയും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി. അത് വലിയ വിവാദമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ മാലദ്വീപ് വളരെ നിശിതമായിട്ട് വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇത് മാലദ്വീപ് വിനോദസഞ്ചാരത്തിന് വെല്ലുവിളി ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ആരോപിച്ചിട്ടായിരുന്നു അവരുടെ വിമർശനം. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം. ഇന്ത്യൻ സർക്കാർ മാലദ്വീപുമായിട്ട് വിഷയം ഉന്നയിച്ചതിനെ തുടർന്ന് മാലദ്വീപ് സർക്കാർ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും വിവാദം അടക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിവാദം നിരവധി ഇന്ത്യക്കാരെ മാലദ്വീപിലെ അവധിക്കാല ബുക്കിംഗുകൾ റദ്ദാക്കുവാൻ പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മേഖലയിലെ ഹൈപ്പർ നാഷണലിസത്തിന്റെ അപകടങ്ങളെയാണ് ഈ സംഭവം അടിവരയിടുന്നത്. അടുത്തതായിട്ട് പറയേണ്ടത് മാലദ്വീപിലെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനെ പറ്റിയാണ്. മാലദ്വീപിലെ ഇന്ത്യയുടെ നിക്ഷേപങ്ങൾ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം, മേഖലയിലെ ഇന്ത്യയുടെ സുരക്ഷാ വ്യവസ്ഥകൾ എന്നിവയിൽ സംശയം ജനിപ്പിച്ചുകൊണ്ട് ശത്രുത വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ഔട്ട് ശ്രമിക്കുന്നത്. അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട മാലദ്വീപ് സർക്കാർ മുൻ ഭരണകൂടത്തിന്റെ ഇന്ത്യ ആദ്യം നയത്തെ എതിർക്കുന്നുണ്ട്. മൊയ്സുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാലദ്വീപിലെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാണെന്ന് മാലദ്വീപിലെ പ്രതിപക്ഷം ശക്തമായിട്ട് കരുതുന്നു അത്രേ. അതുപോലെ തന്നെ ഇന്ത്യ ഔട്ട് പ്രചരണം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് സർക്കാരും സ്ഥിരമായി വാദിക്കുന്നു. ദ്വീപ് രാഷ്ട്രത്തിന് പ്രാദേശിക സുരക്ഷാ ആനുകൂല്യങ്ങൾ നൽകുന്ന പങ്കാളി രാജ്യത്തെ ശത്രുവാക്കുന്ന ഒരു പ്രതീതിയാണ് കണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ പരസ്പര പ്രയോജനകരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുടെ അയൽപക്കങ്ങൾക്ക് ആദ്യ നയവും മാലദ്വീപിന്റെ ഇന്ത്യ ആദ്യം സമീപനവും തമ്മിലുള്ള ഏകോപിത സമന്വയം അത്യന്താപേക്ഷിതമാണ്. എന്തായാലും മാലദ്വീപില് ഇനി വികസനം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ മാലദ്വീപ് ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ ഇന്ത്യ കനിഞ്ഞേ മതിയാവൂ. അതുകൊണ്ട് തന്നെയാണ് മാലദ്വീപ് വിദേശകാര്യമന്ത്രിയും മറ്റാളുകളുമൊക്കെ ഇന്ത്യയെ ക്യാൻവാസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ത്യയെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അതികഠിനമായി തന്നെ നടത്തുന്നത്. എന്തായാലും ഇന്ത്യയുടെ ദാനം തന്നെയാണ് മാലദ്വീപിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ദയാവായ്പ എന്ന് പറയേണ്ടി വരും.